ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ഞാൻ ഡാനിയലച്ചൻ. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത്. ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കുന്നു. ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് 91ാമത്തെ ദിവസം. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ, റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം. ഈ വചന വായനയോടൊപ്പം നമുക്ക് 135-ാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാം വചനം വായിച്ചു തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ന്യായാധിപന്മാർ അധ്യായം 6. ഗിദെയോൻ. ഇസ്രായേല്യർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദിയാന്റെ കരം ഇസ്രായേലിനെതിരെ പ്രബലപ്പെട്ടു. മിദിയാൻ മൂലം ഇസ്രായേൽ തങ്ങൾക്കായി മലകളിലുള്ള മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽ വിതച്ചാൽ മിദിയാനും അമലേക്കും പൗരസ്ഥരും അവനെതിരെ വരുമായിരുന്നു. അവർക്കെതിരെ അക്കൂട്ടർ പാളയമടിക്കുകയും ഗാസ വരെ ദേശത്തിൻ്റെ വിളവ് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിൽ അവർ ജീവിതമാർഗം ആടോ കാലിയോ കഴുതയോ അവശേഷിപ്പിച്ചില്ല. കാരണം അവരും അവരുടെ കന്നുകാലികളും കയറി വരുമായിരുന്നു. വെട്ടുക്കിളി പോലെ കൂട്ടമായി അവരുടെ കൂടാരങ്ങൾ നീങ്ങിയിരുന്നു. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. നാട് നശിപ്പിക്കാനായി അവർ അവിടേക്ക് വന്നു. മിദിയാൻ നിമിത്തം ഇസ്രായേൽ ഏറെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു. മിദിയാൻ നിമിത്തം ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ഒരു പ്രവാചകനെ ഇസ്രായേല്യരുടെ പക്കലേക്ക് അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാനാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്. അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ ഞെരുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കുകയും അവരുടെ ദേശം നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ ഭയപ്പെടരുത്. എന്നാൽ നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിച്ചില്ല. കർത്താവിൻ്റെ ദൂതൻ വന്ന് ഓഫ്രായിൽ അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ കീഴിലിരുന്നു. അവൻ്റെ പുത്രൻ ഗിദെയോൻ മിദിയാന്റെ മുമ്പിൽ നിന്ന് ഒളിപ്പിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ശക്തനായ യോദ്ധാവേ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ അവനോട് ചോദിച്ചു, അല്ലയോ എൻ്റെ യജമാനനെ, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു? കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വന്നില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് വർണ്ണിച്ച അവിടുത്തെ അത്ഭുതങ്ങളെല്ലാം എവിടെ? ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിക്കുകയും മിദിയാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിനക്കുള്ള ശക്തിയോടെ പോവുക. ഇസ്രായേലിനെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കും. ഞാനല്ലേ നിന്നെ അയക്കുന്നത്? അവൻ അവിടുത്തോട് പറഞ്ഞു, അല്ലയോ എൻ്റെ യജമാനനെ, ഇസ്രായേലിനെ എങ്ങനെ ഞാൻ രക്ഷിക്കും? ഇതാ എൻ്റെ കുലം മനാസയിൽ നിസാരവും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെറുതുമാണ്. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുള്ളതിനാൽ ഒരാളെ എന്ന പോലെ മിദിയാനെ നീ സംഹരിക്കും. അവൻ അവിടുത്തോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ അങ്ങാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് എനിക്ക് വേണ്ടി ഒരടയാളം പ്രവർത്തിക്കണം. ഞാൻ വരുന്നത് വരെ ഇവിടെ നിന്ന് അകന്നു പോകരുതേ. എൻ്റെ കാഴ്ച കൊണ്ടുവന്ന് ഞാൻ അവിടുത്തെ മുമ്പിൽ വയ്ക്കാം. അവിടുന്ന് അവനോട് പറഞ്ഞു, നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. അനന്തരം ഗിദെയോൻ പോയി ഒരു പെണ്ണാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരേഫാ മാവിൻ്റെ പുളിപ്പില്ലാത്ത അപ്പവും. അവൻ മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറ് ഒരു പാത്രത്തിലാക്കി അവിടുത്തെ അടുക്കൽ ഓക്കുമരത്തിൻ കീഴിലേക്ക് കൊണ്ടുവന്ന് അർപ്പിച്ചു. ദൈവദൂതൻ അവനോട് പറഞ്ഞു, മാംസവും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറയിലേക്ക് വെച്ച് ചാറൊഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം നീട്ടി മാംസവും പുളിപ്പില്ലാത്ത അപ്പവും സ്പർശിച്ചു. പാറയിൽ നിന്ന് അഗ്നി ഉയർന്ന് മാംസവും പുളിപ്പില്ലാത്ത അപ്പവും വിഴുങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ദൃഷ്ടികളിൽ നിന്ന് അകന്നുപോയി. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് അപ്പോൾ ഗിദെയോൻ തിരിച്ചറിഞ്ഞു. ഗിദെയോൻ പറഞ്ഞു,
ഹാ നാഥനായ കർത്താവേ, ഇതാ ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. അവിടെ ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിത് യാഹ്വേ ഷലോം എന്ന് അതിനെ വിളിച്ചു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നുവരെയുമുണ്ട്. ആ രാത്രിയിൽ തന്നെ കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിൻ്റെ ഒരു കാളയെടുക്കുക, 7 വയസ്സുള്ള രണ്ടാമതൊരു കാളയെയും. നിന്റെ പിതാവിൻ്റെ വക ബാൽ ബലിപീഠം നീ തകർക്കുകയും അതിന്മേലുള്ള അശേര വെട്ടിക്കീറുകയും വേണം. എന്നിട്ട് ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു ബലിപീഠം പണിയുകയും രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നീ വെട്ടിക്കീറിയ അശേരായുടെ തടി കൊണ്ട് ഹോമയാഗം അർപ്പിക്കുകയും ചെയ്യണം. ഗിദെയോൻ തൻ്റെ ദാസന്മാരിൽ 10 പേരെ കൂട്ടി കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. എന്നാൽ തൻ്റെ പിതൃഭവനത്തെയും പട്ടണത്തിലെ ആളുകളെയും ഭയപ്പെട്ടതുകൊണ്ട് പകൽ സമയത്ത് ചെയ്യാതെ രാത്രിയാണ് അവനത് ചെയ്തത്. പ്രഭാതത്തിൽ പട്ടണത്തിലെ ആളുകൾ ഉണർന്നപ്പോൾ ഇതാ ബാലിൻ്റെ ബലിപീഠം തകർക്കപ്പെട്ടിരിക്കുന്നു, അതിന്മേലുണ്ടായിരുന്ന അശേര വെട്ടിക്കീറപ്പെട്ടിരിക്കുന്നു. പണിയപ്പെട്ട പുതിയ ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാള ഹോമയാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ പരസ്പരം ചോദിച്ചു, ആരാണ് ഇക്കാര്യം ചെയ്തത്? അവർ അന്വേഷിച്ച് ആരാഞ്ഞിട്ട് പറഞ്ഞു, യോവാഷിൻ്റെ പുത്രൻ ഗിദെയോനാണ് ഇക്കാര്യം ചെയ്തത്. അപ്പോൾ പട്ടണത്തിലെ ആളുകൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ മരിക്കേണ്ടതിന് അവനെ പുറത്തു കൊണ്ടുവരിക, കാരണം അവൻ ബാലിൻ്റെ ബലിപീഠം നശിപ്പിക്കുകയും അതിന്മേലുണ്ടായിരുന്ന അശേരായെ വെട്ടിക്കീറുകയും ചെയ്തിരിക്കുന്നു. യോവാഷ് തനിക്കെതിരെ നിന്നിരുന്ന എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി വാദിക്കുകയാണോ? നിങ്ങൾ അവനെ രക്ഷിക്കുമോ? അവനു വേണ്ടി വാദിക്കുന്നവൻ പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദേവനെങ്കിൽ തനിക്ക് വേണ്ടി വാദിക്കട്ടെ, അവൻ്റെ ബലിപീഠമാണല്ലോ തകർത്തിരിക്കുന്നത്. ബാൽ അവനോട് കലഹിക്കട്ടെ, കാരണം അവൻ അവൻ്റെ ബലിപീഠം തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അയാൾ അവനെ ജെറുബാൽ എന്ന് വിളിച്ചു. മിദിയാനും അമലേക്കും പൗരസ്ത്യരുമെല്ലാം ഒരുമിച്ച് കൂടുകയും ജസ്രേൽ താഴ്വരയിൽ കടന്ന് താവളമടിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ചൈതന്യം ഗിദെയോനെ വലയം ചെയ്തു. അവൻ കാഹളം മുഴക്കി, അവൻ്റെ പുറകെ അബിയേസർ വംശം ഒന്നുചേർന്നു. മനാസെ മുഴുവനിലും അവൻ ദൂതരെ അയച്ചു, അവൻ്റെ പുറകെ അവരും ഒരുമിച്ചുകൂടി. അങ്ങനെ തന്നെ ആഷേറിലും സെബുലൂനിലും നഫ്താലിയിലും അവൻ ദൂതരെ അയച്ചു, അവനെ കാണാൻ അവരും കയറി വന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് അരുൾ ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങാണ് രക്ഷിക്കുന്നതെങ്കിൽ ഇതാ ഞാൻ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം കളത്തിൽ വിരിക്കുന്നു. രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞുണ്ടാകുകയും ആ പ്രദേശം മുഴുവനും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് രക്ഷിക്കുമെന്ന് ഞാൻ അറിയും. അങ്ങനെ അവൻ രാവിലെ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞു, വസ്ത്രത്തിൽ നിന്ന് പാത്രം നിറയെ മഞ്ഞുതുള്ളി പിഴിഞ്ഞു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ സംസാരിക്കട്ടെ, വസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. വസ്ത്രം മാത്രം ഉണങ്ങിയിരിക്കട്ടെ, നിലത്ത് മുഴുവൻ മഞ്ഞും ഉണ്ടാകട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയിരുന്നു, നിലത്ത് മുഴുവൻ മഞ്ഞ് ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ അധ്യായം 7. ജെറുബാലും, അവൻ തന്നെയാണ് ഗിദെയോൻ, അവനോടൊപ്പമുള്ള ജനം മുഴുവനും രാവിലെ എഴുന്നേറ്റ് എൻഹാരോദിന് സമീപം പാളയമടിച്ചു. അതിന് വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു മിദിയാൻ്റെ താവളം. കർത്താവ് ഗിദെയോനോട് അരുൾ ചെയ്തു, നിന്റെ ഒപ്പമുള്ള ജനം എണ്ണത്തിൽ കൂടുതലാകയാൽ ഞാൻ മിദിയാനെ അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, അല്ലെങ്കിൽ എൻ്റെ കൈയാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാർ എനിക്കെതിരെ വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഇപ്പോൾ ജനം കേൾക്കെ നീ വിളിച്ചു പറയുക, ഭയന്ന് വിറയ്ക്കുന്നവനായി ആരാനുള്ളത്? അവൻ ഗിലെയാദ് മലയിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. അപ്പോൾ ജനത്തിൽ നിന്ന് 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. കർത്താവ് ഗിദെയോനോട് അരുൾ ചെയ്തു, ജനം ഇപ്പോഴും അധികമാണ്, അവരെ നീ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ പറയുന്നവനൊന്നും വരേണ്ട. അവൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. അപ്പോൾ ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, നായ നക്കിക്കുടിക്കുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് തൻ്റെ നാവ് കൊണ്ട് നക്കുന്ന ഓരോരുത്തനെയും നീ മാറ്റി നിർത്തണം. അതുപോലെ തന്നെ കുടിക്കാനായി മുട്ടിന്മേൽ കുനിയുന്ന ഓരോരുത്തനെയും. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കിക്കുടിച്ചവർ 300 പേരായിരുന്നു. ജനങ്ങളിൽ അവശേഷിച്ചവർ വെള്ളം കുടിക്കാൻ തങ്ങളുടെ മുട്ടുകളിന്മേൽ കുനിഞ്ഞു. കർത്താവ് ഗിദെയോനോട് അരുൾ ചെയ്തു, വെള്ളം നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കും. മിദിയാനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ജനമെല്ലാം താങ്കളുടെ സ്ഥലത്തേക്ക് പൊക്കൊള്ളട്ടെ. ജനം ഭക്ഷ്യസാമഗ്രികളും കാഹളങ്ങളും തങ്ങളുടെ കൈകളിലെടുത്തു. അപ്പോൾ 300 പേരെ നിലനിർത്തിയിട്ട് ബാക്കി എല്ലാ ഇസ്രായേൽക്കാരെയും
താന്താങ്ങളുടെ കൂടാരങ്ങളിലേക്ക് അവൻ പറഞ്ഞയച്ചു. അവൻ നിന്നിരുന്നതിന് താഴെ താഴ്വരയിലായിരുന്നു മിദിയാൻ താവളം. ആ രാത്രി കർത്താവ് അവനോട് അരുൾ ചെയ്തു, എഴുന്നേറ്റ് പാളയത്തിലേക്ക് ഇറങ്ങുക, കാരണം അവനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിനക്കിറങ്ങാൻ ഭയമാണെങ്കിൽ നീ നിന്റെ ഭൃത്യൻ പുരായുമൊത്ത് പാളയത്തിലേക്ക് ഇറങ്ങുക. അവർ പറയുന്നത് എന്താണെന്ന് നീ കേൾക്കണം. അതിനുശേഷം നിന്റെ കരങ്ങൾ ശക്തി പ്രാപിക്കുകയും നീ പാളയത്തിനെതിരെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ അവനും അവൻ്റെ ഭൃത്യൻ പുരായും ആയുധധാരികളുടെ പാളയത്തിൻ്റെ അതിർത്തിയിലേക്ക് ഇറങ്ങിച്ചെന്നു. മിദിയാൻകാർ, അമലേക്കുകൾ തുടങ്ങിയ പൗരസ്ഥരെല്ലാം താഴ്വരയിൽ അസംഖ്യം വെട്ടുക്കിളികൾ പോലെ അടിഞ്ഞിരുന്നു. അവരുടെ ഒട്ടകങ്ങൾക്ക് എണ്ണമില്ലായിരുന്നു. അവ കടൽ തീരത്തെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഇതാ ഒരാൾ തൻ്റെ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു. മിദിയാൻകാരുടെ താവളത്തിന് നേരെ ഒരു ബാർലിയപ്പം ഉരുണ്ടുവന്ന് കൂടാരത്തിൽ പ്രവേശിച്ച് അതിൽ തട്ടി അതിനെ തകിടം മറിച്ചു. കൂടാരം നിലം പരിചായി. അവൻ്റെ സ്നേഹിതൻ മറുപടിയായി പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. മിദിയാനെയും പാളയം മുഴുവനെയും ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വപ്നത്തിൻ്റെ വിവരണവും അതിൻ്റെ വ്യാഖ്യാനവും ഗിദെയോൻ കേട്ടപ്പോൾ അവൻ കർത്താവിനെ ആരാധിച്ചിട്ട് ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, എന്തെന്നാൽ കർത്താവ് മിദിയാൻ പാളയത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ 300 ആളുകളെ 3 ഗണമായി തിരിച്ചു. എല്ലാവരുടെയും കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളും അതിനുള്ളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, എന്നെ നോക്കി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇതാ ഞാൻ പാളയത്തിൻ്റെ ഒരരികിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാവരും കാഹളം മുഴക്കുമ്പോൾ പാളയം മുഴുവനും ചുറ്റുമായി നിങ്ങളും കാഹളങ്ങൾ മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ അവർ കാവൽ മാറുന്ന നേരത്ത് തന്നെ ഗിദെയോനും അവനോടൊപ്പമുള്ള 100 പേരും പാളയത്തിൻ്റെ ഒരരികിലെത്തി. അവർ കാഹളങ്ങൾ മുഴക്കി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 3 ഗണങ്ങളും കാഹളങ്ങൾ മുഴക്കി ഭരണികൾ ഉടച്ചു. അവർ തങ്ങളുടെ ഇടത്ത് കൈയിൽ പന്തവും വലത് കൈയിൽ മുഴക്കുന്നതിനുള്ള കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു. അവർ ഓരോരുത്തരും പാളയത്തിന് ചുറ്റും സ്വസ്ഥാനങ്ങളിൽ നിന്നു സൈന്യമൊന്നാകെ ഓടിപ്പോയി. അവർ നിലവിളിച്ചുകൊണ്ട് പലായനം ചെയ്തു. അവർ 300 കാഹളങ്ങൾ മുഴക്കി. അപ്പോൾ കർത്താവ് ഒരുവൻ്റെ വാൾ തൻ്റെ സ്നേഹിതനെതിരായും പാളയം മുഴുവനുമെതിരായും തിരിച്ചു. പാളയം സെരേറാത്ത ദിശയിൽ ബേത് ഷിഥ വരെയും തബാത്തിനടുത്തുള്ള സെബാത്ത് അബൽ മെഹോല വരെയും പലായനം ചെയ്തു. നഫ്താലിയിൽ നിന്നും ആശേരിൽ നിന്നും മനാസെ മുഴുവനിൽ നിന്നുമായി ഇസ്രായേൽക്കാർ വിളിച്ചുകൂട്ടപ്പെട്ടു. അവർ മിദിയാൻകാരെ പിന്തുടർന്നു. മിദിയാൻകാർക്കെതിരെ ഇറങ്ങിച്ചെല്ലുവിൻ, ബേത്ബാറായും ജോർദാനും വരെ അവർക്കുള്ള ജലാശയങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുവിൻ എന്ന് പറയാനായി എഫ്രായിം മലമ്പ്രദേശം മുഴുവനിലും ഗിദെയോൻ ദൂതന്മാരെ അയച്ചു. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബേത്ബാറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. അവർ മിദിയാനെ പിന്തുടർന്നു. ഓറേബ്, സേബ് എന്നീ 2 മിദിയാൻ പ്രഭുക്കന്മാരെ അവർ പിടികൂടി. ഓറേബിനെ സൂർ ഓറേബിൽ വെച്ച് അവർ വധിച്ചു. സേബിനെ വധിച്ചത് യേഖേബ് സേബിൽ വെച്ചാണ്. ഓറേബിൻ്റെയും സേബിൻ്റെയും ശിരസ് അവർ ജോർദാൻ്റെ മറുകരെ ഗിദെയോൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ന്യായാധിപന്മാർ അധ്യായം 8. എഫ്രായിംകാർ ഗിദെയോനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞങ്ങളോട് നീ ഈ കാര്യം ചെയ്തത്? മിദിയാനുമായി നീ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിച്ചില്ല. അങ്ങനെ അവർ അവനുമായി ശക്തമായി കലഹിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിന് സമം ഞാനിപ്പോൾ എന്തു ചെയ്തു? എഫ്രായിമിൻ്റെ കാലാപെറുക്കൽ അബിയേസറിൻ്റെ കൊയ്ത്തിനേക്കാൾ മെച്ചമല്ലേ? മിദിയാൻ പ്രഭുക്കന്മാരായ ഓറേബിനെയും സേബിനെയും ദൈവം നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. നിങ്ങളെപ്പോലെ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? അവൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവനെതിരെയുള്ള അവരുടെ വികാരം അടങ്ങി. ഗിദെയോൻ ജോർദാനിലേക്ക് ചെന്നു. ശത്രുക്കളെ പിന്തുടർന്ന് ക്ഷീണിതനായ അവനും അവനോടൊപ്പമുണ്ടായിരുന്ന 300 ആളുകളും മറുകര കടന്നു. സുക്കോത്തിലെ ആളുകളോട് അവൻ പറഞ്ഞു, എൻ്റെ അനുയായികൾക്ക് കുറച്ചപ്പം ദയവായി തരുവിൻ, എന്തെന്നാൽ അവർ ക്ഷീണിതരാണ്. ഞാൻ മിദിയാൻ രാജാക്കന്മാരായ സേബാഹിനെയും സൽമുന്നായെയും പിന്തുടരുകയാണ്. സുക്കോത്ത് പ്രഭുക്കൾ ചോദിച്ചു, നിന്റെ സൈന്യത്തിന് ഞങ്ങൾ ഭക്ഷണം തരേണ്ടതിന് സേബാഹിൻ്റെയും സൽമുന്നായുടെയും കൈപ്പത്തി നിന്റെ കയ്യിലായോ? ഗിദെയോൻ പറഞ്ഞു, കർത്താവ് സേബാഹിനെയും സൽമുന്നായെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ കാട്ടുമുള്ളുകൾ കൊണ്ടും മുൾച്ചെടികൾ കൊണ്ടും നിങ്ങളുടെ ശരീരം ഞാൻ കീറും. അവൻ അവിടെ നിന്ന് പെനുവേലിലേക്ക് കയറി ചെന്നിട്ട് അവരോടും അപ്രകാരം തന്നെ സംസാരിച്ചു. സുക്കോത്തിലെ ആളുകൾ പ്രത്യുത്തരിച്ചതുപോലെ പെനുവേലിലെ ആളുകളും പ്രത്യുത്തരിച്ചു. പെനുവേലിലെ ആളുകളോടും അവൻ ഇപ്രകാരം പറഞ്ഞു, സുരക്ഷിതരായി തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഗോപുരം തകർക്കും. സേബാഹും സൽമുന്നായും കാർക്കോറിലായിരുന്നു.
പൗരസ്ത്യരുടെ എല്ലാ താവളങ്ങളിൽ നിന്ന് അവശേഷിച്ച 15,000-ഓളം വരുന്ന അവരുടെ സൈന്യങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നിബദിച്ചവരാകട്ടെ വാളേന്തിയിരുന്ന 1,20,000 ആളുകൾ. ഗിദെയോൻ നോബാഹിനും യോഗ്ബയ്യായ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ പാതയിലൂടെ കയറിച്ചെന്ന് സൈന്യം പ്രതീക്ഷിക്കാതിരിക്കെ താവളം ആക്രമിച്ചു. സേബാഹും സൽമുന്നായും പലായനം ചെയ്തു. അവൻ അവരെ പിന്തുടർന്നു. മിദിയാനിലെ 2 രാജാക്കന്മാരായ സേബാഹിനെയും സൽമുന്നായെയും കീഴടക്കി താവളം മുഴുവൻ അവൻ ഭീതിയിലാക്കി. അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ ഹെറേസ് കയറ്റം വഴി യുദ്ധത്തിൽ നിന്ന് മടങ്ങി. അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടികൂടി ചോദ്യം ചെയ്തു. അയാൾ സുക്കോത്ത് പ്രഭുക്കളും അതിൻ്റെ ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളെക്കുറിച്ച് അവൻ്റെ പക്കൽ എഴുതി കൊടുത്തു. അവൻ ചെന്ന് സുക്കോത്തിലെ ആളുകളോട് പറഞ്ഞു, ഇതാ സേബാഹും സൽമുന്നായും. ഇവരെക്കുറിച്ചാണ്. നിന്റെ ക്ഷീണിച്ച ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ സേബാഹിൻ്റെയും സൽമുന്നായുടെയും കൈപ്പത്തി നിന്റെ കയ്യിലായോ എന്ന് ചോദിച്ച് നിങ്ങളെന്നെ അധിക്ഷേപിച്ചത്. അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ കൊണ്ടുവന്നു, ഒപ്പം കാട്ടുമുള്ളുകളും മുൾച്ചെടികളും. അവ കൊണ്ട് സുക്കോത്തിലെ ആളുകളെ അവൻ പാഠം പഠിപ്പിച്ചു. പെനുവേൽ ഗോപുരം അവൻ തകർക്കുകയും നഗരത്തിലെ ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു. അവൻ സേബാഹിനോടും സൽമുന്നായോടും ചോദിച്ചു, താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ച ആളുകൾ എവിടെ? അവർ പറഞ്ഞു, നീ എങ്ങനെയോ അങ്ങനെ തന്നെ അവരും. ഓരോരുത്തരും രാജകുമാരന്മാരുടെ രൂപസദൃശ്യരായിരുന്നു. അവൻ പറഞ്ഞു, അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. ജീവിക്കുന്ന കർത്താവാണെ, നിങ്ങളവരെ ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തൻ്റെ ആദ്യജാതനായ യഥറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ ആ യുവാവ് അവൻ്റെ വാളൂരിയില്ല, കാരണം നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബാഹും സൽമുന്നായും പറഞ്ഞു, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ കൊല്ലുക. എന്തെന്നാൽ ഒരുവനെപ്പോലെയാണ് അവൻ്റെ ബലവും. ഗിദെയോൻ എഴുന്നേറ്റ് സേബാഹിനെയും സൽമുന്നായെയും വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലാഭരണങ്ങൾ അവൻ എടുത്തു. ഇസ്രായേൽക്കാർ ഗിദെയോനോട് പറഞ്ഞു, മിദിയാന്റെ കയ്യിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും നിങ്ങളെ ഭരിക്കുകയില്ല, കർത്താവായിരിക്കും നിങ്ങളെ ഭരിക്കുന്നത്. അവൻ തുടർന്നു, ഒരു കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടട്ടെ. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ കൊള്ള മുതലായ കുണ്ഡലം എനിക്ക് തരുവിൻ. എന്തെന്നാൽ അവരുടെ പക്കൽ ഇസ്മായേല്യരുടെ സ്വർണ്ണകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും തരാം. അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തരും തൻ്റെ കൊള്ള മുതലായ കുണ്ഡലം അതിലിട്ടു. അവൻ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സ്വർണ്ണക്കുണ്ഡലങ്ങൾ 1700 സ്വർണ്ണത്തൂക്കമായിരുന്നു. ഇവയ്ക്ക് പുറമെ മിദിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണങ്ങളും പതക്കങ്ങളും ചെങ്കുപ്പായങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ മേലുണ്ടായിരുന്ന കഴുത്തുപട്ടകളും. ഗിദെയോൻ അതിനെ ഒരു ഏഫോദായി രൂപപ്പെടുത്തി തൻ്റെ പട്ടണമായ ഓഫ്രായിൽ പ്രതിഷ്ഠിച്ചു. ഇത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും കെണിയായി തീർന്നു. കാരണം ഇസ്രായേൽ മുഴുവൻ അവിടെ അതിനു പിന്നാലെ വ്യഭിചരിച്ച് നടന്നു. ഇസ്രായേല്യരുടെ മുമ്പിൽ മിദിയാൻ കീഴടങ്ങി. പിന്നീട് അവർ തലയുയർത്തിയതേയില്ല. ഗിദെയോന്റെ കാലത്ത് 40 വർഷം ദേശം ശാന്തമായിരുന്നു. ഗിദെയോന്റെ മരണം. യോവാഷിന്റെ പുത്രൻ ജെറുബ്ബാൽ ചെന്ന് സ്വഭവനത്തിൽ താമസമാക്കി. ഗിദെയോന് തന്നിൽ നിന്ന് ഉടലെടുത്ത 70 മക്കളുണ്ടായിരുന്നു. എന്തെന്നാൽ അവന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. ഷെക്കേമിലുള്ള അവൻ്റെ ഉപനാരിയും അവനായി പ്രസവിച്ചു. അത് ആൺകുട്ടിയായിരുന്നു. അവൻ അബിമേലെക്ക് എന്ന് അവന് പേരിട്ടു. യാവാഷിന്റെ പുത്രൻ ഗിദെയോൻ നല്ല പ്രായമെത്തി മരിച്ചു. അവൻ ഓഫ്രായിൽ അബിയേസർ വംശജനായ തൻ്റെ പിതാവ് യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേലിയർ പിന്തിരിഞ്ഞ് ബാൽ ദേവന്മാരുടെ പിന്നാലെ വ്യഭിചരിച്ച് നടന്നു. അവർ ബാൽബെറീത്തിനെ തങ്ങളുടെ ദൈവമായി പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേലിയർ ഓർത്തില്ല. ജെറുബ്ബാൽ, ഗിദെയോൻ തങ്ങളോട് ചെയ്ത നന്മയെല്ലാം അനുസരിച്ച് ഇസ്രായേൽ അവൻ്റെ കുടുംബത്തോട് കരുണ പ്രവർത്തിച്ചില്ല. റൂത്ത് അധ്യായം 3. ബോവസിൻ്റെ മെതിക്കളത്തിൽ. അവളുടെ അമ്മായിയമ്മ നവോമി അവളോട് പറഞ്ഞു, എൻ്റെ മകളെ, നിനക്ക് നന്മയാകുന്ന ഒരു സമാശ്വാസം നിനക്കായി ഞാൻ അന്വേഷിക്കേണ്ടതല്ലേ? നീ ആരുടെ ഭൃത്യകളുമൊത്തായിരിക്കുന്നുവോ ആ ബോവസ് നമ്മുടെ പരിചയക്കാരനല്ലേ? ഇതാ അവൻ രാത്രി ബാർലി മെതിക്കളം പാറ്റുന്നുണ്ട്. നീ കുളിച്ച് പരിമളം പൂശി നീ വസ്ത്രമണിഞ്ഞ് മെതിക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ അവൻ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും കഴിയുന്നതുവരെ അവന് നീ സ്വയം വെളിപ്പെടുത്തരുത്. അവൻ കിടക്കാറാകുമ്പോൾ അവൻ ശയിക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാൽ കീഴ് അനാവൃതമാക്കി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ നിന്നോട് വിവരിക്കും. അവൾ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാം. അവൾ മെതിക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ അമ്മായിയമ്മ നിർദ്ദേശിച്ചതുപോലെയെല്ലാം പ്രവർത്തിച്ചു. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടചിത്തനായി ബോവസ് ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികു പറ്റി കിടക്കാൻ ചെന്നു.
അപ്പോൾ അവൾ രഹസ്യത്തിൽ ചെന്ന് അവൻ്റെ കാൽ കീഴ് അനാവൃതമാക്കി കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ഇതാ തൻ്റെ കാൽ കീഴിൽ ഒരു സ്ത്രീ ശയിക്കുന്നു. നീ ആരാണ്? അവൻ ചോദിച്ചു. ഞാൻ അങ്ങയുടെ ദാസിയായ റൂത്താണ് എന്നവൾ പറഞ്ഞു. അങ്ങൻ്റെ ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രാഞ്ചലം അങ്ങേ ദാസിയുടെ മേൽ വിരിക്കണം. അവൻ പറഞ്ഞു, എൻ്റെ മകളെ, കർത്താവിന് നീ അനുഗ്രഹീതയായിരിക്കട്ടെ. യുവാക്കന്മാർക്ക് പിന്നാലെ, ദരിദ്രനോ ധനികനോ ആകട്ടെ, പോകാതെ നിന്റെ രണ്ടാമത്തെ ഉദാരകൃത്യം ആദ്യത്തേതിനേക്കാൾ നീ മെച്ചപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ മകളെ, നീ ഭയപ്പെടേണ്ട. നീ ചോദിക്കുന്നതെന്തും നിനക്ക് ഞാൻ ചെയ്തു തരാം. എന്തെന്നാൽ നീ ഒരു സുഹൃതിനിയാണെന്ന് എൻ്റെ ജനത്തിൻ്റെ കവാടം മുഴുവനും അറിയാം. ഞാൻ നിന്റെ ഒരു ഉറ്റ ബന്ധുവാണെന്നത് ശരിയാണെങ്കിലും നിനക്കെന്നേക്കാൾ അടുത്ത ഒരു ഉറ്റ ബന്ധു കൂടിയുണ്ട്. രാത്രി ചെലവഴിക്കുക, പ്രഭാതമാകട്ടെ അവൻ നിന്നെ വീണ്ടെടുക്കുമെങ്കിൽ നന്ന്. അവൻ നിന്നെ വീണ്ടെടുക്കട്ടെ. നിന്നെ വീണ്ടെടുക്കാൻ അവൻ മനസ്സാകുന്നില്ലെങ്കിൽ ജീവിക്കുന്ന കർത്താവാണെ, ഞാൻ തന്നെ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. പ്രഭാതം വരെ നീ കിടന്നുകൊള്ളുക. പ്രഭാതം വരെ അവൾ അവൻ്റെ കാൽ കീഴിൽ കിടന്നു. ആളുകൾ പരസ്പരം തിരിച്ചറിയാറാകുന്നതിനു മുമ്പേ അവൾ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, മെതിക്കളത്തിൽ സ്ത്രീ വന്നെന്നത് പരസ്യമാകരുത്. നിന്റെ മേലുള്ള വസ്ത്രം തരിക, അതിൽ മുറുകെ പിടിക്കുക. അവൾ അതിൽ മുറുകെ പിടിച്ചപ്പോൾ അവൻ ബാർലി 6 തവണ അളന്നു അവളുടെ മേൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ നഗരത്തിലേക്ക് പോയി. അവൾ തൻ്റെ അമ്മായിയമ്മയുടെ പക്കൽ ചെന്നപ്പോൾ അവൾ ചോദിച്ചു, എൻ്റെ മകളെ, നിനക്ക് എന്ത് സംഭവിക്കുകയുണ്ടായി? അയാൾ തന്നോട് ചെയ്തതെല്ലാം അവൾ അവളോട് വിവരിച്ചു. അവൾ പറഞ്ഞു, നിന്റെ അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ നീ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മകളെ, കാര്യം എങ്ങനെ പരിണമിക്കും എന്നറിയും വരെ നീ അടങ്ങിയിരിക്കുക. ഇന്ന് തന്നെ നിശ്ചയമായും കാര്യം തീർപ്പാക്കാതെ അയാൾ വെറുതെ ഇരിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 135. കർത്താവിനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസരെ, നിങ്ങൾ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ആലയത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ, കർത്താവ് നല്ലവനാകയാൽ കർത്തനെ സ്തുതിക്കുവിൻ. അവിടുത്തെ നാമത്തിന് കീർത്തനം ആലപിക്കുവിൻ. അത് അഭികാമ്യമാണല്ലോ. എന്തെന്നാൽ യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ നിധിയായി കർത്തൻ തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും നമ്മുടെ നാഥൻ സകല ദേവന്മാർക്കും ഉപരിയാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴികളിലും സർവ്വ അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ബാഷ്പങ്ങൾ ഉയർത്തുന്നവനാണ് അവിടുന്ന്. മഴയ്ക്കായി അവിടുന്ന് ഇടിമിന്നലുകൾ പുറപ്പെടുവിക്കുന്നു. തൻ്റെ കലവറകളിൽ നിന്ന് കാറ്റിനെ പുറത്തുവിടുന്നു. മനുഷ്യൻ മുതൽ മൃഗം വരെ ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവൻ അവിടുന്നാണ്. ഈജിപ്ത് മധ്യേ ഫറവോയ്ക്കെതിരെയും അവൻ്റെ സകല ദാസർക്കുമെതിരെയും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അനേകം ജനതകളെ സംഹരിച്ചവൻ അവിടുന്നാണ്. ശക്തരായ രാജാക്കന്മാരെ അവിടുന്ന് വധിച്ചു. അമോര്യ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശം അവകാശമായി തൻ്റെ ജനമായ ഇസ്രായേലിന് അവകാശമായി അവിടുന്ന് നൽകി. കർത്താവെ, അങ്ങയുടെ നാമം എന്നേക്കുമുള്ളതാണ്. കർത്താവെ, അങ്ങയുടെ ഓർമ്മ തലമുറ തലമുറയിലേക്കുള്ളതും. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കും. തൻ്റെ ദാസരുടെ മേൽ സഹതാപം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യൻ്റെ കരവേലയാണ്. അവയ്ക്ക് വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുകളുണ്ട്, എന്നാൽ ശ്രവിക്കുന്നില്ല. മൂക്കുണ്ട്, അവയുടെ വായിൽ ശ്വാസമില്ല. അവയെപ്പോലെയാണ് അവയുടെ നിർമ്മാതാക്കൾ, അവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അഹ്റോൻ്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ ഭയപ്പെടുന്നവരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറുസലേം നിവാസിയായ കർത്താവ് സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, 91-ാമത്തെ ദിവസത്തെ വചനവായന പൂർത്തിയാക്കുമ്പോൾ എത്രമാത്രം നന്ദിയോടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ വചന പാരായണത്തിന്, ഈ വചന കേൾവിക്ക് ദൈവം നമ്മെ കൃപാവരം കൊണ്ട് നിറച്ച് ഒരുക്കമുള്ളവരാക്കി തീർത്തത് ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണെന്ന് ഓരോ ദിവസവും ഞാൻ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ഗിദെയോൻ്റെ ജീവിത കഥ വായിച്ചപ്പോൾ, മിദ്യാന്യർക്കെതിരെ അയാൾക്ക് ദൈവം കൊടുത്ത വിജയം പരിശോധിച്ചപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് പതിഞ്ഞ ആദ്യത്തെ കാര്യം, ശത്രുവിൻ്റെ മേൽ വിജയം നേടാൻ ദൈവജനം കരുത്തരായി തീരുന്നത് അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെ തകർക്കുകയും തങ്ങളെ വീണ്ടെടുത്ത യഹോവയായ ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒരിക്കൽ കൂടി ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ്. എപ്പോഴും അത് അങ്ങനെയാണ് എന്ന് ഓർക്കണം. വിശ്വാസമാണ് ഈ ജീവിതത്തിൻ്റെ എല്ലാ കരുത്തിൻ്റെയും ആധാരം.
സത്യദൈവമായ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള കറകളഞ്ഞ വിശ്വാസം. അന്യദേവന്മാരിലേക്ക്, ലോകത്തിലേക്ക്, ലോകവസ്തുക്കളിലേക്ക്, ലോകമോഹങ്ങളിലേക്ക് തിരിയാതെ, ഒരിക്കലും ഇടം വലം തിരിയാതെ ഏകാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുന്ന കൃത്യമായ ആഴമായ ഒരു ദൈവഭക്തി നമുക്ക് നൽകുന്ന ധൈര്യവും കരുത്തും നിസ്സാരമല്ല എന്ന് അറിയണം. ജീവിത വിജയത്തിൻ്റെ ആധാരം അതാണ്. ഗിദെയോൻ വളരെ നല്ല ഒരു മനുഷ്യനായിട്ടാണ് ആദ്യം ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ ബൈബിളിൽ സൂചിപ്പിച്ചതുപോലെ കണ്ടതുപോലെ നന്നായി തുടങ്ങുകയും മോശമായി അവസാനിപ്പിക്കുകയും ചെയ്ത ആളുകൾ ബൈബിളിലുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായി തുടങ്ങുകയും വളരെ മനോഹരമായി അവസാനിപ്പിക്കുകയും ചെയ്തവരും ബൈബിളിലുണ്ട്. ഗിദെയോൻ നന്നായി തുടങ്ങിയ ഒരാളായിരുന്നു. എന്നാൽ അയാൾ ജീവിതം അവസാനിപ്പിക്കുമ്പോഴേക്കും ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോഴേക്കും നന്നായിട്ടല്ല അയാളുടെ ജീവിതം അവസാനിക്കുന്നത്. മിദ്യാൻകാരെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അദ്ദേഹത്തെ രാജാവാക്കാൻ ജനങ്ങൾ ഉദ്യമിക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ എളിമയോടെ അദ്ദേഹം നിരസിക്കുന്നു. എന്നാൽ രാജാവാകുന്ന ആ മോഹിപ്പിക്കുന്ന കാര്യത്തെ നിരസിക്കുന്ന അതേ സമയത്ത് തന്നെ ദ്രവ്യാഗ്രഹം അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വർണ്ണകുണ്ടലങ്ങൾ ജനത്തോട് അദ്ദേഹം ചോദിച്ചു വാങ്ങുന്നതും പിന്നീട് പുരോഹിത വസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഏഫോദ് ഉണ്ടാക്കുന്നതും. ഏഫോദ് ഒരു പൗരോഹിത്യ വസ്ത്രമായിരുന്നു. ഈ പൗരോഹിത്യ വസ്ത്രം ഈ സ്വർണ്ണകുണ്ടലങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത് വഴി ഗിദെയോൻ ലക്ഷ്യം വെച്ചത് അഹറോന്യ കുടുംബത്തിനും പരമ്പരകൾക്കും ദൈവം അവകാശമായി കൊടുത്ത പ്രധാന പുരോഹിത സ്ഥാനത്തെയാണ്. ഒരു തരത്തിൽ അത് ഒരു മോഹമായിരുന്നു. ദൈവത്തെ പോലെ ആകാൻ ആദ്യ മാതാപിതാക്കന്മാർ കൊതിച്ചതുപോലെയുള്ള ദൈവം നൽകാത്ത, ദൈവം നൽകാൻ ആഗ്രഹിക്കാത്തതിലേക്ക് മോഹങ്ങളുടെ തേരിലേറി കയറി ചെല്ലാനുള്ള ഒരു വ്യർത്ഥ പാഴ്ശ്രമമായിരുന്നു ഗിദെയോൻ്റേത്. അങ്ങനെ അയാൾ സ്വയം അഹറോൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രധാന പുരോഹിത സ്ഥാനത്ത് തന്നെ അവരോധിച്ചതിൻ്റെ അടയാളമായിരുന്നു ഈ ഏഫോദ് നിർമ്മാണം. അത് ഓഫ്രായിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും പിന്നീട് അത് ഒരു ആരാധനാ വസ്തുവായി തീരുകയും അത് ഇസ്രായേലിനെ വിഗ്രഹാരാധന എന്ന വ്യഭിചാരത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം ഉപയോഗിച്ച് കാളക്കുട്ടിയെ നിർമ്മിച്ച് അതിനെ ആരാധിച്ച, അല്ലെങ്കിൽ അതിനെ ആരാധിക്കാൻ കൂട്ടുനിന്ന അഹറോൻ്റെ സ്ഥാനത്ത് അയാൾ എത്തിപ്പെടുകയാണ്. അങ്ങനെ അത് ഈ മനുഷ്യൻ്റെ കുടുംബത്തിന് പിന്നീട് വലിയൊരു നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അദ്ദേഹം അനേകം ഭാര്യമാരെ സ്വീകരിച്ചു എന്നും ഒരൽപ്പം സങ്കടത്തോടെ വചനം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഉപനാരിയിൽ ഉണ്ടായ മകന് അദ്ദേഹം പേരിട്ടത് അബിമലേക്ക് എന്നാണ്. അബിമലേക്ക് എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ പിതാവ് രാജാവാണ് എന്നാണ്. അബിമലേക്ക് എന്ന് പറഞ്ഞാൽ മൈ ഫാദർ ഈസ് എ കിങ് എന്നാണ് അർത്ഥം. അതെന്താണ് സൂചിപ്പിക്കുന്നത്? രാജാവാകാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഒരു രണ്ടാം ചിന്തയിൽ അദ്ദേഹം രാജാവായാൽ അല്ലെങ്കിൽ രാജാവാണ് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചതിൻ്റെ അടയാളമാണ് മകന് പേരിട്ടത് എൻ്റെ അപ്പൻ ഒരു രാജാവാണ് എന്ന അബിമലേക്ക് എന്ന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ 70 പുത്രന്മാർ കൊല്ലപ്പെടുന്നു. അങ്ങനെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് ഈ കുടുംബം എത്തിച്ചേരുന്ന സങ്കടകരമായൊരു വായനയാണ് ഗിദെയോനെക്കുറിച്ച് നമുക്ക് വായിച്ച് പൂർത്തിയാക്കാൻ ഉള്ളത്. നന്നായി ആരംഭിക്കുകയും വിഗ്രഹാരാധനയെ നശിപ്പിക്കുകയും ദൈവജനത്തെ നിർണായകമായ ആപത്തുകളിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത ഇയാൾ ഒടുവിൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് തള്ളിയിട്ടു എന്ന ഖേദകരമായ ഒരു സമാപന വാചകം പറഞ്ഞുകൊണ്ടാണ് ഈ വായനകൾ പൂർത്തിയാവുന്നത്. നന്നായി തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും നന്നായി പൂർത്തിയാക്കാൻ ഒരു അവസരം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തെറ്റിയതെല്ലാം തിരുത്തി എഴുതാനുള്ള ഒരവസരത്തിൻ്റെ പേരാണ് യേശു. ആ അവസരം യേശു എന്ന ദൈവപുത്രൻ വിരിച്ച കരങ്ങളുമായി ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ തെറ്റുകളെയും തിരുത്തി മുന്നോട്ട് പോകാനുള്ള ക്ഷണവുമായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഇത് സഹായിക്കുകയും പടുത്തുയർത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പോഡ്കാസ്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മോട് കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്നായി തുടങ്ങാൻ കഴിഞ്ഞവരല്ല ഞങ്ങൾ. ജീവിതത്തിൽ കുറേയധികം അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി തന്ന ആ ജീവൻ്റെ വിലയായി എവിടെയെല്ലാം തെറ്റിപ്പോയോ അവിടെയെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഞങ്ങൾക്കങ്ങ് തന്നിട്ടുള്ളതിന് ഞങ്ങളെന്നും അങ്ങയോട് നന്ദിയുള്ളവരാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും
ഇപ്പോൾ അങ്ങ് വ്യക്തിപരമായി സ്പർശിക്കണമേ. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ദുരനുഭവങ്ങളെയും ദുഃഖങ്ങളെയും ആകുലതകളെയും പരിഹരിക്കാൻ ഉതകുന്ന വലിയ സ്വർഗീയ കൃപകൾ, കർത്താവെ, അനന്തമായ നന്മകൾ ഈ കുടുംബങ്ങളുടെ മേൽ അങ്ങ് വർഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും ഒരു നല്ല ദിവസം നമുക്ക് ജീവിക്കാം. നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ പീസ്.